അല്ലാത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കരുത്, അത് ശിർക്കാണ്, കുഫറാണ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പേരിൽ നൊലോളി നടത്തിയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പോകാൻ മൂപ്പര് നിങ്ങൾ അങ്ങനെ വിടൂല, ഞങ്ങൾ ആ തൗഹീദിലേക്ക് നിങ്ങളെ കൊണ്ടുവരും, എന്നാലും ജുമുഅ ഖുത്ബയെ കുറിച്ച് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് നിങ്ങൾ തെളിയിക്കും. എന്നിട്ട് പറഞ്ഞാൽ എന്താ? അപ്പൊ ഖുർആനിനും സുന്നത്തിനും മുമ്പിൽ ഇവരുടെ ജുമുഅ ഖുത്ബ ഒന്ന് പ്രദർശിപ്പിച്ചു നോക്കുക. എന്നിട്ട് മൂപ്പര് പറഞ്ഞു റസൂലുള്ള നടത്തിയത് അറബിയിൽ, സ്വഹാബത്ത് നടത്തിയത് അറബിയിൽ, എല്ലാവരും അറബിയിൽ. അപ്പൊ ഞങ്ങൾ നടത്തുന്ന അറബിയിൽ, ഇവരെ മലയാളത്തിലാണ് നടത്തുന്നത്, റസൂൽ മലയാളത്തിൽ നടത്തിയിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങളൊന്ന് ചോദിക്കുന്നു. എന്നിട്ട് ചോദിക്കാണ്, കേരളത്തിൽ ആദ്യമായി പടുത്തുയർത്തപ്പെട്ട പള്ളി കൊടുങ്ങല്ലൂരിലെ പള്ളി, കേരളത്തിൽ ഏതെങ്കിലും പള്ളിയിൽ സഹാബത്തിന്റെ കാലത്തിന് ഇസ്ലാം മതം വന്നിട്ട് അറബിയല്ലാത്ത ഭാഷയിൽ കുത്തു നടത്തിയിട്ടുണ്ടോ? അപ്പോഴാണ് ഞങ്ങള് കേരളത്തിലെ ചരിത്രങ്ങൾ ഇങ്ങനെ വായിച്ചു കൊടുക്കും. യഥാർത്ഥത്തിൽ 1947 വരെ 1947 വരെ കേരളത്തിലുള്ള പള്ളികളിൽ മലയാളത്തിൽ ഖുതുബയുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ പ്രമേയം പാസാക്കി ഒഴിവാക്കിയതാണ്. ആ കൂട്ടത്തിൽ ഈ അടുത്ത് 97 വരെ നിലനിന്നിരുന്ന മലയാള ഖുതുബ നടന്നിരുന്ന പള്ളിയായിരുന്നു ഏത് പള്ളി? കൊടുങ്ങല്ലൂരിലെ പള്ളി. 47 വരെ സകല പള്ളികളിലും ഉണ്ടായിരുന്നു. 97 വരെ അവിടെ അന്നൊക്കെ നിർത്തിയിട്ടും 97 വരെ എവിടെ നടന്നു? കൊടുങ്ങല്ലൂരിലെ പള്ളിയില്. പിന്നെ ഏതോ മുസ്ലിയാക്കന്മാർ അവിടെ ചെന്ന് ഉപദേശിച്ച് അറബി ആക്കി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ കൊടുങ്ങല്ലൂരിലെ പള്ളിയില് ഇപ്പത്തെ ആള് പറയുന്ന കാര്യങ്ങള് നിങ്ങൾ ആദ്യം ഒന്ന് കേൾക്കുക, പിന്നെ ജുമുഅ ഖുത്ബ ഞങ്ങളെ കാഴ്ചപ്പാട് ഞങ്ങൾ വ്യക്തമുണ്ട്. പല പ്രാവശ്യം ഈ ഖുത്ബ മലയാളത്തിൽ പ്രസംഗിക്കുന്ന കാലത്ത് മആശറ വാളെടുക്കലും ഞാൻ മലയാളത്തിൽ പറഞ്ഞോളായിരുന്നു. പിന്നെ മഹേശ്വരന്റെ അർത്ഥം വരെ മലയാളത്തിൽ പറയണം ലഫ്ള് ഓതിയിട്ട് അതിന്റെ മലയാളത്തിൽ ഞാൻ വാള് പിടിച്ച് പ്രസംഗിക്കും. ജനങ്ങൾക്ക് അറിയണമെന്ന് തിരിയണമെന്നും പറഞ്ഞു വെച്ച് വന്ന് കമ്മിറ്റി തീരുമാനിച്ചു. പിന്നെ 7 കൊല്ലത്തിന് മുമ്പ് മെമ്പറുമ്മൽ പറയാം മലയാളത്തിൽ പ്രസംഗിക്കാൻ പാലാന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ സ്വയം പിന്നെ വാളെടുക്കലെ അറബിയിൽ തന്നെ ആക്കി, മലയാളം നിർത്തി. വാളെടുക്കലും മലയാളത്തിലും ഖുത്ബ അറബിയിലും അതിന് വ്യത്യാസം ആവണ്ടാണ്. ഇപ്പൊ അറബിയിൽ തന്നെ വാളെടുക്കണം. കേട്ടില്ലേ? ആ കൊടുങ്ങല്ലൂർ പള്ളി ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആളാ വർത്താന കേട്ടത്. അവിടെ മലയാളത്തിലായിരുന്നു. മആശറ വിളിയടക്കം മലയാളത്തിലായിരുന്നു. സഖാഫി ഈ പറഞ്ഞ ആള് ഞങ്ങളാളല്ല എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇയാള് സുന്നിയല്ല എന്നാണ് പറഞ്ഞാല്. എന്നാലും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവട്ടെ. ആ കാലഘട്ടത്തിൽ മലയാള ഖുത്ബ നടന്നിരുന്ന കാലത്ത് 985 ചന്ദ്രികാ ദിനപത്രത്തിൽ ഒരു വാർത്ത വന്നു, പരസ്യം. എന്താ പരസ്യം എന്നറിയങ്ങള്? കൊടുങ്ങല്ലൂർ ചേരമാൻ ജുമാ മസ്ജിദിൽ വളരെ കാലമായി ഖതീബായി തുടരുന്ന ഹാജി MK മുഹമ്മദ് കുഞ്ഞി മൗലവി അനാരോഗ്യം മൂലം വിരമിക്കുന്ന ഒഴിവിലേക്ക് പാണ്ഡിത്യവും പരിചയവുമുള്ള ഒരു സുന്നി ഖതീബിനെ ആവശ്യമുണ്ട്. എന്നിട്ടോ മിമ്പറിൽ നിന്ന് ഖുതുബ പരിഭാഷപ്പെടുത്തുവാൻ സന്നദ്ധനും വേണ്ടി വന്നാൽ ദർസ നടത്താനും കഴിവുള്ള ആളായിരിക്കണം. പ്രായം 40-നും 60-നും മധ്യേ. സക്കാഫി കുട്ടികളെ ഏതായാലും പറ്റൂല പണിക്ക്. 40-ഉം കുറച്ചൊക്കെ പക്വതയും പാകരെത്തണം. ഒരു സുന്നി പണ്ഡിതനാവണം. എന്തിന്? മിമ്പറിൽ വെച്ച് ഖുതുബ പരിഭാഷപ്പെടുത്തുവാൻ ഞങ്ങൾ നിർവഹിക്കണതേ ഖുതുബ നടത്താന്. അപേക്ഷകർ താഴെ പറയുന്ന മേൽവിലാസത്തിൽ വിശദ വിവരങ്ങളോടെ അപേക്ഷിക്കുക എന്ന് സെക്രട്ടറി ഒപ്പ്, ചേരമാൻ ജുമാ മസ്ജിദ് കമ്മിറ്റി, കൊടുങ്ങല്ലൂർ. നിഷേധിക്കാൻ പറ്റോ? സുന്നി ഖതീബ്. അപ്പൊ 947 വരെ പല പള്ളികളിലും ഉണ്ടായിരുന്നു. ഈ അടുത്ത 997 വരെ കൊടുങ്ങല്ലൂർ പള്ളിയിലും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതൊന്നല്ല തെളിവ്. കൊടുങ്ങല്ലൂർ പള്ളിയിൽ മലയാളത്തിൽ കുത്തുപേടനല്ല ഞങ്ങളെ തെളിവ്. വിശുദ്ധ ഖുർആനിലും ഹദീസിലും ഈ വകമായി വന്ന പരാമർശങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി നിർവഹിച്ച ഖുതുബയെ കുറിച്ച് ഹദീസുകളിൽ കാണാം. കാന ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുതുബതാനി യജ്ലിസു ബൈനഹുമാ യഖറഉൽ ഖുർആന വയുദക്കിറുൻ നാസ. മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. ഖുർആനിൽ റസൂലുള്ളാഹിന്റെ ഖുതുബ, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യും, ജനങ്ങളെ ഉത്ബോധിപ്പിക്കും. ഇതാ ഞങ്ങൾ നിർവഹിക്കുന്നത്. അതിന്റെ അർത്ഥം മിമ്പർമ കയറിയിട്ട് ഒന്നും കൊടുക്കാതെ മലയാളത്തിൽ പ്രസംഗം നടത്താനല്ല, അതിന്റെ എല്ലാ ഷർത്തുകളും ഞങ്ങൾ പാലിക്കുന്നുണ്ട്. ഇമാം ഷാഫിഈ റഹിമഹുല്ലാ തന്നെ പറഞ്ഞതെന്താ? ലാ യസിഹുൽ ഖുതുബതാനി ഇല്ലാ ബിഹംദില്ലാഹി തആല വസ്സലാത്തി അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീഹിമാ വൽ വഅളി.
കുത്തുബക്കുള്ള ഷർത്ത് ഇമാം ഷാഫി പറയാം. ഹംദും സ്വലാത്ത് ഉണ്ടാവണം, പിന്നെന്തുണ്ടാവണം? വഅളുണ്ടാവണം. വഅള് പറഞ്ഞാൽ എന്താ? ഉപദേശം. ഉപദേശം എങ്ങനെ ഉപദേശാകുക? തിരിയുന്ന ഭാഷയിലാവണം. അൽ മദാഹിബുൽ അർബഅ എന്ന ഗ്രന്ഥത്തിലതാ 4 മദ്ഹബിന്റെ ഇമാമുമാരുടെ അഭിപ്രായം രേഖപ്പെടുത്തുമ്പോ അശ്ശാഫിഇയ്യത ഖാലു യുഷ്തറതു അദാഉ അർക്കാനിൽ ഖുതുബതൈൻ ബിൽ അറബിയ്യ ഫലാ യക്ഫി ഗൈറൽ അറബിയ്യ മതാ അംകര തഅല്ലുമഹാ. ഇത് കുത്തുബന്റെ അർക്കാനുകളെ കുറിച്ച് പറഞ്ഞു വരികയാണ്. ആ അർക്കാനുകള് അത് അറബിയിലാവണം, അത് അറബി അല്ലാത്ത ഭാഷയിൽ പറ്റൂല. മതാ അംകര തഅല്ലുമഹ ആദാ ഇദാ കാനൽ ഖൗമു അറബ വ അമ്മാ ഇൻ കാനൂ അജമ ഫലാ യുഷ്തറതു അദാഉ അർക്കാനിഹിമാ ബിൽ അറബിയ്യ മുത്ലഖൻ വ ഇൻ അംകന തഅല്ലുമഹ. എന്നിട്ട് ഇങ്ങനെ വിശദീകരിക്കാം. അർക്കാനുകൾ അടക്കം എന്താവാ? ഖൗമിന് വേണ്ടി. അപ്പൊ ഖൗമിന് തിരിയുന്ന ഭാഷയിലാവണം എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് ഫതുൽ മുഈനിലുണ്ട്, അതിന്റെ ശറഹായ ഇആനത്തു ത്വാലിബീനിൽ ഒക്കെയുണ്ട്. വൽ മുറാദു അർക്കാനുഹുമാ. ഫതുൽ മുഈനിൽ അറബിയാകണം, ഷർത്താകണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അർക്കാനുഹുമാ ഫകൗനുമാ അദാഹാ മിൻ തവാബിഇഹാ ബിഗൈരിൽ അറബിയ്യ ലാ യകൂനു മാനിഅൻ ലിമുവാലാതിഹിം. വളരെ വ്യക്തമായി തഖാഫിമാരെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അപ്പൊ മലയാളത്തിലാവണം, അറബിയിലാവണം എന്നതല്ല, ജനങ്ങൾക്കുള്ള ഉത്ബോധനമാണ് കുത്തുബ. അത് അവർക്ക് തിരിയുന്ന ഭാഷയിലാവണം. അത് മദ്ഹബിന്റെ പണ്ഡിതന്മാർ, നിങ്ങളുടെ ഇമാം ഷാഫി അടക്കം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, ഇവരെ മതം ഖുർആനിനും സുന്നത്തും നമുക്ക് പ്രദർശിപ്പിക്കാം. അപ്പൊ കിട്ടും എന്ത്? ഇവരെ മതം ഖുർആനുമായി തട്ടിച്ചു നോക്കിയാൽ സുന്നത്തുമായി തട്ടിച്ചു നോക്കിയാൽ കഴിയൂല. സ്വാലിഹുൽ ഇഖ്വാൻ എന്ന ഇവിടെ ഇറങ്ങിയ പ്രസിദ്ധീകരണത്തിൽ ഈ നാട്ടിലുണ്ടായിരുന്ന പഴയകാല സമസ്തയുടെ ആലിമീങ്ങൾ ഫത്വ കൊടുത്തത്, ആ ഫത്വകൾ വേണമെങ്കിൽ ഞാൻ വായിച്ചു തരാം. മലയാളത്തിൽ ഖുതുബ നടത്തുന്നതിന്റെ പ്രാധാന്യത, അതുകൊണ്ടുള്ള നേട്ടത്തെക്കുറിച്ച് സമസ്തയുടെ സഖാഫിമാർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ നൽകിയ ഫത്വകൾ, അതിലെ ഉപദേശങ്ങൾ, അവിടെ വസിയത്ത് രേഖപ്പെടുത്തിയ കാര്യങ്ങൾ എനിക്ക് വായിക്കാൻ കഴിയും. വേണമെങ്കിൽ വായിക്കാം, നിങ്ങൾ ആവശ്യപ്പെടാ, അങ്ങനൊന്നുമില്ല. അപ്പൊ ഞങ്ങൾ വായിച്ചു തരാം. ഈ കേരളത്തിൽ സമസ്തയുടെ പഴയകാല ആലിമീങ്ങൾ അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിൽ ഖുതുബ നടത്തുന്നതിനെ കുറിച്ച് അത് നല്ലതാണ്, ആളുകൾ ഉറങ്ങിത്തൂങ്ങാണ്, അതൊക്കെ ഒഴിവാകാനും നല്ലതാണ്. തിരിയുന്ന ഭാഷയിൽ നടത്തുന്നത് സമസ്തന്റെ ആലിമീങ്ങൾ. ഈ കുട്ടി സക്കാഫിമാർക്ക് അത് അറിയാത്തതിന് ഞങ്ങളെ പുറം കയറിയിട്ട് കാര്യമില്ല. അപ്പൊ അത്